അടുത്തവരും അകന്നവരുമായ സഹജീവികളെ യഥാവിധി മനസ്സിലാക്കുവാനുമാണ് ഇതുപോലെയുള്ള ഒത്തുചേരൽ സംഘടിപ്പിച്ചിരിക്കുന്നത്. വിഷയം ഇൻ്റലക്റ്റ്, മൊറാലിറ്റി, സാൽവേഷൻ. ദൈവത്തിലൂടെ, ശാസ്ത്രത്തിലൂടെ, വിജ്ഞാനത്തിലൂടെ ദൈവത്തെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുമോ? അതിലൂടെ ധാർമ്മികമായ ജീവിതം നയിക്കുവാൻ നമുക്ക് സാധിക്കുമോ? അതിലൂടെ മോക്ഷം ലഭിക്കുവാൻ സാധിക്കുമോ? ശാസ്ത്ര സാങ്കേതിക വിജ്ഞാനങ്ങളുടെ ഉത്തുംഗതയിൽ നിൽക്കുന്ന ഈ നൂറ്റാണ്ടിൽ ദൈവത്തിനും മതത്തിനും എന്ത് പ്രസക്തി എന്ന ചോദ്യം സ്വാഭാവികമായി ഉയർന്നു വരാം. മനുഷ്യ ചരിത്രം നാം വിലയിരുത്തിയാൽ പാവപ്പെട്ടവർക്ക് വേണ്ടിയുള്ള അനാഥാലയങ്ങളും ആതുരാലയങ്ങളും ഹോസ്പിറ്റലുകളും സ്കൂളുകളും സ്ഥാപിച്ചിട്ടുള്ളതും നിലനിർത്തി പോന്നിട്ടുള്ളതും ദൈവവിശ്വാസികളാണ്. ഇത് ദൈവത്തിൻ്റെയും മതത്തിൻ്റെയും പ്രസക്തി നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. വിജനമായ പ്രദേശങ്ങളിൽ ആരും കാണുവാനില്ലെങ്കിൽ പോലും ഒരു തെറ്റിൽ നിന്ന് ഞാനും നിങ്ങളും മാറി നിൽക്കുന്നത് എല്ലാം അറിയുന്ന, എല്ലാം കാണുവാൻ സാധിക്കുന്ന അദൃശ്യനായ ദൈവം നമ്മെ കാണുന്നു എന്ന ഭയം മൂലമാണ്. ഏത് നീതിന്യായ വ്യവസ്ഥയ്ക്ക് തടയുവാൻ സാധിക്കുന്നതിനേക്കാൾ കൂടുതൽ കുറ്റകൃത്യങ്ങൾ തടയുന്നതും ഈ ദൈവവിശ്വാസമാണ്. ഇതും ദൈവത്തിൻ്റെയും മതത്തിൻ്റെയും പ്രസക്തി നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. 1893 ലോകമത സമ്മേളനത്തെ അഭിമുഖീകരിച്ചുകൊണ്ട് അമേരിക്കയിലെ ഷിക്കാഗോയിൽ ചെയ്ത പ്രഭാഷണത്തിൽ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞു, മെറ്റാഫിസിക്സ് എന്തും പറഞ്ഞുകൊള്ളട്ടെ, തത്വചിന്തകന്മാർ എന്തും പറഞ്ഞുകൊള്ളട്ടെ, ഈ ലോകത്ത് മരണം നിലനിൽക്കുന്ന കാലത്തോളം, മനുഷ്യ ഹൃദയങ്ങളിൽ ദൗർബല്യം നിലനിൽക്കുന്ന കാലത്തോളം, ആ ദൗർബല്യത്തിൽ നിന്നൊരു രോദനം പുറത്തു വരുന്ന കാലത്തോളം ദൈവത്തിനും മതത്തിനും പ്രസക്തിയുണ്ട്. മനോഹരമായൊരു വിശദീകരണമാണിത്. എന്നാൽ ഒരു നിരീശ്വരവാദിയെ, ഒരു ഭൗതികവാദിയെ അത് തൃപ്തിപ്പെടുത്തണമെന്നില്ല. അവരുടെ കാഴ്ചപ്പാടനുസരിച്ച് മനുഷ്യൻ അടിസ്ഥാനപരമായ മണ്ണാണ്, പദാർത്ഥമാണ്. മണ്ണിൽ നിന്ന് ജനിച്ചു, മണ്ണിൽ വളർന്നു, മണ്ണിൽ ആഹരിച്ചു, മണ്ണിലേക്ക് തന്നെ മടങ്ങുന്നു. രക്തത്തിൻ്റെയും മാംസത്തിൻ്റെയും അസ്ഥികൂടങ്ങളുടെയും നാഡീവ്യൂഹങ്ങളുടെയും ഗ്രന്ഥികളുടെയും കോശങ്ങളുടെയും ഒരു പിണ്ഡമാണവൻ. കരൾ പിത്തരസം സ്രവിക്കുന്നത് പോലെ മസ്തിഷ്കം സ്രവിക്കുന്നതാണ് ചിന്തയും ബുദ്ധിയും. ഒരു ഭൗതിക ശാസ്ത്രജ്ഞൻ മനുഷ്യ ശരീരത്തിന് നൽകിയ വില ഇത്രമാത്രം. 7 സോപ്പുണ്ടാക്കുവാൻ ആവശ്യമായ എണ്ണ, 7 തീപ്പെട്ടിക്കോലുകൾക്ക് ആവശ്യമായ ഫോസ്ഫറസ്, ഒരു കവിൾ മരുന്നിനാവശ്യമായ മഗ്നീഷ്യം സോൾട്ട്, ഒരു ആണി ഉണ്ടാക്കുവാൻ ആവശ്യമായ ഇരുമ്പ്, ഒരു കോഴിക്കൂട് വെള്ളപൂശുവാൻ ആവശ്യമായ ചുണ്ണാമ്പ്, ഒരു പട്ടിയുടെ തോൽ വൃത്തിയാക്കുവാൻ ആവശ്യമായ ഗന്ധകം, അല്പം വെള്ളം, അത്രമാത്രം. ഒരു കടയിൽ പോയാൽ 10 രൂപയ്ക്ക് നിങ്ങൾക്കിത് വാങ്ങുവാൻ സാധിക്കും. എന്നാൽ ഒരു ദൈവവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ദൈവം മനുഷ്യനെ ഏറ്റവും മനോഹരമായ ഘടനയോടെ സൃഷ്ടിക്കുകയും ദൈവത്തിൻ്റെ ആത്മാവ് തന്നെ അവനിൽ സന്നിവേശിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് പ്രപഞ്ചവിശാലതയിലെ ഭീമാകാരങ്ങളായ നെബുലകളും നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും ഇരിക്കെ മനുഷ്യന് ഇത്രയും ഉന്നതമായ സ്ഥാനം ലഭിക്കുവാൻ കാരണം. അന്ധമായൊരു ദൈവവിശ്വാസിയാകുവാൻ വിശുദ്ധ ഖുർആൻ കൽപ്പിക്കുന്നില്ല. യുക്തിയുടെ പടവുകൾക്ക് അപ്പുറത്ത് നിന്ന് ചിന്തിച്ചാലേ ദൈവത്തിൻ്റെ അസ്തിത്വം മനസ്സിലാക്കുവാൻ കഴിയുകയുള്ളൂ എന്ന് ഖുർആൻ ഉത്ബോധിപ്പിക്കുന്നുമില്ല. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറയുന്നു, അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത് വ ഇലസ് സമാഇ കൈഫ റുഫിയത് വ ഇലൽ ജിബാലി കൈഫ നുസിബത് വ ഇലൽ അർളി കൈഫ സുതിഹത്. ഒട്ടകങ്ങളുടെ നേർക്ക് നിങ്ങൾ നോക്കുന്നില്ലേ? അതെങ്ങനെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നുവെന്ന്. ആകാശങ്ങളുടെ നേർക്ക് അതെങ്ങനെ ഉയർത്തപ്പെട്ടിരിക്കുന്നുവെന്ന്. പർവ്വതങ്ങളുടെ നേർക്ക് അതെങ്ങനെ നാട്ടി നിർത്തപ്പെട്ടിരിക്കുന്നുവെന്ന്. ഭൂമിയുടെ നേർക്ക് അതെങ്ങനെ വിധാനിക്കപ്പെട്ടിരിക്കുന്നുവെന്ന്. മനുഷ്യ ശരീരത്തിലൂടെ, പ്രപഞ്ച സംവിധാനത്തിലൂടെ, പ്രകൃതിയുടെ സൃഷ്ടിപ്പിലൂടെ സർവേശ്വരനായ ദൈവത്തെ മനസ്സിലാക്കുവാനാണ് വിശുദ്ധ ഖുർആൻ ഉത്ബോധിപ്പിക്കുന്നത്. അന്ധമായ വിശ്വാസങ്ങളിൽ അള്ളിപ്പിടിച്ചുകൊണ്ട് യുക്തിസഹമായി ചിന്തിക്കാത്തവരും മഹത്തായ ദൈവിക ദാനമായി ലഭിച്ച മസ്തിഷ്കത്തെ മുരടിപ്പിക്കുന്നവരും കന്നുകാലികളെക്കാൾ അധമന്മാരാണെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. നൂറ്റാണ്ടുകൾക്ക് മുൻപ് ജീവിച്ചിരുന്ന ഈജിപ്തിലെ ക്രൂരനായ ഭരണാധികാരി ഫിർഔൻ, താൻ ദൈവമാണെന്ന് അഹങ്കരിച്ചിരുന്ന ഫിർഔൻ, തന്നെ ആരാധിക്കണമെന്ന് ജനങ്ങളോട് കൽപ്പിച്ച ഫിർഔൻ, ആരാധിക്കുവാൻ വിസമ്മതിച്ചവരെ കൊന്നൊടുക്കിയ ഫിർഔൻ, പിഞ്ചു കുഞ്ഞുങ്ങളെ പോലും കശാപ്പ് ചെയ്ത ഫിർഔൻ, മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിനോടും സഹോദരനോടും ചോദിക്കുന്നൊരു ചോദ്യം വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്.
ഫിർഔൻ ചോദിച്ചു, ഖാല ഫമൻ റബ്ബുക്കുമായ മൂസ, അല്ലയോ മൂസ, നിങ്ങളുടെ രണ്ടുപേരുടെയും ദൈവമാരാണ്? മനോഹരമായ ഒരു ഉത്തരമാണ് മോസസ് പ്രവാചകൻ നൽകിയതായി വിശുദ്ധ ഖുർആൻ പറയുന്നത്. ഖാല റബ്ബുനല്ലദീ അഅ്ത്വാ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. എല്ലാ വസ്തുക്കളെയും സൃഷ്ടിക്കുകയും അവയ്ക്ക് വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തവനാണ് എൻ്റെ റബ്ബ്. കയ്യിൻ്റെ സെല്ലിനോട് കൈയായി വളരുവാനും കാലിൻ്റെ സെല്ലിനോട് കാലായി വളരുവാനും കണ്ണിൻ്റെ സെല്ലിനോട് കണ്ണായി വളരുവാനും കണ്ണു മൂടുന്ന രോമത്തിൻ്റെ സെല്ലിനോട് കണ്ണു മൂടുവാനുള്ള വലിപ്പമെത്തിയാൽ നിർത്തുവാനും പട്ടിയുടെ സെല്ലിനോട് കുരക്കുവാനും സിംഹത്തിൻ്റെ സെല്ലിനോട് ഗർജിക്കുവാനും എട്ടുകാലിയുടെ സെല്ലിനോട് പെർഫെക്റ്റ് ജോമെട്രിക്കലായ വെബ് വല നെയ്യുവാനും തേനീച്ചയുടെ സെല്ലിനോട് 5 അറകളുള്ള കൂടുണ്ടാക്കുവാനും പറയുന്ന അദൃശ്യനായ ദൈവത്തെ ആർക്ക് നിഷേധിക്കുവാൻ സാധിക്കും? മനുഷ്യൻ ഈ ലോകത്തൊന്നും തന്നെ സൃഷ്ടിക്കുന്നില്ല. മനുഷ്യൻ ദൈവം സൃഷ്ടിച്ച വസ്തുക്കളിൽ നിന്ന് രൂപപ്പെടുത്തിയെടുക്കുകയാണ്. അങ്ങനെ രൂപപ്പെടുത്തിയെടുക്കുന്ന ഏതൊരു വസ്തുവും പ്രകൃതി വസ്തുക്കളെ അനുകരിച്ചതാണ്. ക്യാമറയുടെ അപ്പറേറ്റസ് കണ്ണിനെ അനുകരിച്ചത്, കമ്പ്യൂട്ടർ മസ്തിഷ്കത്തെ അനുകരിച്ചത്, ഒരു ഹെലികോപ്റ്ററിന്റെ രൂപം ഒരു തുമ്പിയെ അനുകരിച്ചത്. അതുപോലെ തന്നെ ഏത് വസ്തുക്കൾ നിങ്ങൾ എടുക്കുക, ഒരു ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി സിൽക്ക് വേമിനെ അനുകരിച്ചത്. ഒരു പിഞ്ചു കുഞ്ഞ് പിറന്നു വീഴുമ്പോൾ 6 ബില്യൺ പ്രോട്ടീൻ മോളിക്യൂളുകളാണ് ആ ശരീരത്തിലുള്ളത്. ഒരു പ്രോട്ടീൻ മോളിക്യൂളിൽ 5 എലമെന്റ്സ് ഉണ്ട്: ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, സൾഫർ, കാർബൺ. പ്രപഞ്ച വിശാലതയിലെ പ്രധാനപ്പെട്ട 92 എലമെന്റ്സുകളിൽ ഈ 5 എലമെന്റ്സ് യോജിച്ചുകൂടി ഒരു പ്രോട്ടീൻ മോളിക്യൂൾ ആകുവാനുള്ള സാധ്യത മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ്, ഗണിതശാസ്ത്ര കണക്ക് പ്രകാരം സാധ്യമല്ല എന്നതാണ് ചാൾസ് ഡയസ് പറയുന്നത്. ഈ ഭൂമിയുടെ പഴക്കം വെറും 2000 മില്യൺ വർഷങ്ങളാണ്. എന്നാൽ ഈ എവല്യൂഷൻ തിയറി, പരിണാമ സിദ്ധാന്തം പറയുന്നവർ തന്നെ പറയുന്നു, ഈ കാലയളവ് ഒരു പ്രോട്ടീൻ മോളിക്യൂളിന് പോലും തികയുകയില്ല എന്ന്. 10 ലക്ഷത്തോളം ജീവജാലങ്ങൾ, അതുപോലെ തന്നെ 2 ലക്ഷത്തോളം ചെടികൾ ഈ 2000 മില്യൺ വർഷങ്ങൾക്കുള്ളിൽ ഉണ്ടാവുകയില്ല എന്ന യാഥാർത്ഥ്യം നാം മനസ്സിലാക്കുക. ഒരിക്കൽ ചെവി കേൾക്കുവാൻ സാധിക്കാത്തൊരു വൃദ്ധനായ മനുഷ്യൻ വന്നു. അദ്ദേഹം ഒരു ഇലക്ട്രോണിക് ഡിവൈസ്, ഹിയറിംഗ് എയ്ഡ് ചെവിയിൽ വെച്ചിരുന്നു. അദ്ദേഹം അത് ഓഫ് ചെയ്തിരിക്കുന്നു. ഞാൻ കാരണം അന്വേഷിച്ചു. അദ്ദേഹം പറഞ്ഞു, ചെറിയ ശബ്ദങ്ങൾ പോലും അസ്വസ്ഥത ഉണ്ടാക്കുന്നു എന്ന്. നിങ്ങളൊന്ന് മനസ്സിലാക്കുക, ഒരു ചെവിയുമായി യാതൊരു രീതിയിലും താരതമ്യം ചെയ്യുവാൻ സാധിക്കാത്ത ഒരു ഹിയറിംഗ് എയ്ഡിനെ നോക്കി ആരും പറയുകയില്ല അത് ശൂന്യതയിൽ നിന്നുണ്ടായതാണെന്ന്. മറിച്ച് പറയും, മനുഷ്യന്റെ ബുദ്ധിയും വിജ്ഞാനവും അതിൻ്റെ പിന്നിലുണ്ടെന്ന്. എന്നാൽ ഈ ചെവിയെ നോക്കിക്കൊണ്ട് അത് ശൂന്യതയിൽ നിന്നു വന്നതാണ് എന്ന് പറയുവാൻ നമുക്ക് യാതൊരു മടിയുമില്ല. അത്രയും നന്ദി കെട്ടവരാണ് മനുഷ്യർ. ദൈവം മരിച്ചിരിക്കുന്നു, ഇനി ദൈവത്തെ പുനരുജ്ജീവിപ്പിക്കുവാൻ സാധ്യമല്ല എന്ന് 19-ാം നൂറ്റാണ്ടിലെ ശാസ്ത്രജ്ഞന്മാരെ കൊണ്ട് പറയിപ്പിച്ച കഥ 20-ാം നൂറ്റാണ്ടായപ്പോഴേക്കും ഒരു പഴങ്കഥയായി തീർന്നിരിക്കുന്നു എന്ന് നാം മനസ്സിലാക്കുക. 4 ബലങ്ങളാണ് പ്രപഞ്ചത്തിലുള്ളത്: ഗ്രാവിറ്റേഷൻ, ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്, സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്, വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്. എന്നാൽ ഐൻസ്റ്റീൻ ഉൾപ്പെടെയുള്ള എല്ലാ ശാസ്ത്രജ്ഞന്മാരും അംഗീകരിച്ചൊരു വസ്തുതയുണ്ട്: ഈ പ്രപഞ്ച വിശാലതയിലെ സർവ പ്രതിഭാസങ്ങളിലും ഒരു ഐക്യത്തിന്റെ താളലയം ദർശിക്കുവാൻ സാധിക്കുന്നത് കൊണ്ട് അവയെ നിയന്ത്രിക്കുന്ന ഒരു അദൃശ്യ ശക്തിയുണ്ടെന്ന്. ആ അദൃശ്യ ശക്തി, ആ സിംഗിൾ ഫോഴ്സ് ആണോ ദൈവം? എനിക്കറിയില്ല. എന്നാൽ ഏത് നിരീശ്വരവാദിക്കും, ഏത് യുക്തിവാദിക്കും, ഏത് ശാസ്ത്രജ്ഞനും അംഗീകരിക്കുവാൻ സാധിക്കുന്ന ദൈവത്തിന്റെ നിർവചനം എല്ലാ വേദഗ്രന്ഥങ്ങളിലും നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. വിശുദ്ധ ഖുർആനിലെ 112-ാം അധ്യായത്തിൽ അല്ലാഹു പറയുന്നു, ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ദൈവം ഏകനാണ്, അവൻ ഒന്നിനെയും ആശ്രയിക്കുന്നില്ല, അവൻ ജനിച്ചിട്ടില്ല, ജനിപ്പിച്ചിട്ടില്ല, അവനെ പോലെ യാതൊന്നുമില്ല. ഈ പ്രപഞ്ച വിശാലതയിൽ ഏകനായിട്ടുള്ളത് ദൈവം മാത്രം. സൂര്യൻ അനേക നക്ഷത്രങ്ങളുണ്ട്, ഭൂമി അനേകം ഗ്രഹങ്ങളുണ്ട്. 2 ദൈവം ഒന്നിനെയും ആശ്രയിക്കുന്നില്ല. ശ്രീരാമനും ശ്രീകൃഷ്ണനും യേശുവും മുഹമ്മദും ബുദ്ധനുമെല്ലാം ജീവിച്ചിരുന്നപ്പോൾ ഭക്ഷണം കഴിച്ചിരുന്നു, വായു ശ്വസിച്ചിരുന്നു. അവരാരും ദൈവങ്ങളല്ല. 3 ദൈവം ജനിച്ചിട്ടില്ല, ജനിപ്പിച്ചിട്ടുമില്ല. ആദ്യ മനുഷ്യൻ ആദം ജനിച്ചവനല്ലായിരുന്നുവെങ്കിൽ ജനിപ്പിച്ചിട്ടുണ്ട്, സന്താനങ്ങളുണ്ടായിരുന്നു. അദ്ദേഹം ദൈവമല്ല. യേശുവിന് സന്താനങ്ങളില്ലായിരുന്നുവെങ്കിൽ ജനിച്ച വ്യക്തിയായിരുന്നു. യേശുവും ദൈവമല്ല.
ശ്രീരാമനും ശ്രീകൃഷ്ണനും മുഹമ്മദുമെല്ലാം ജനിച്ചവരുമാണ്, സന്താനങ്ങളും ഉണ്ടായിരുന്നു. അവരും ദൈവങ്ങളല്ല. അവസാനത്തെ നിർവചനമാണ് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ളത്. ദൈവത്തെ പോലെ യാതൊന്നുമില്ല. രൂപങ്ങൾക്കും ഭാവങ്ങൾക്കും അതീതമായ ഒരു ശക്തിയാണ് ദൈവം എന്നതാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. കേനോപനിഷത്തിലെ പ്രഥമ ഖണ്ഡത്തിലെ 7-8 ശ്ലോകങ്ങൾ പറയുന്നു, യച്ചക്ഷുഷാന പശ്യതീയേന ചക്ഷ്യം ശിപശ്യതി തദേവ ബ്രഹ്മത്വം വിദ്ധി നേദം യദിദമുപാസതേ യത് ശ്രോത്രേണ ന ശൃണോതിയേന ശ്രോത്രമിദം ശ്രുതം തദേവ ബ്രഹ്മത്വം വിദ്ധി നേദം യദിദമുപാസതേ. കണ്ണുകൊണ്ട് കാണുവാൻ സാധിക്കാത്തത്, എന്നാൽ കണ്ണിന് കാഴ്ചശക്തി നൽകുന്ന ശക്തി ഏതോ അതാണ് ദൈവം. കണ്ണുകൾ കൊണ്ട് മനുഷ്യർ കണ്ടാരാധിക്കുന്നത് ദൈവമല്ല. കാതുകൊണ്ട് കേൾക്കുവാൻ സാധിക്കാത്തത്, എന്നാൽ